ഞങ്ങൾ കൊച്ചിയിലായിരുന്ന സമയത്ത് മിക്ക ദിവസം രാത്രി ദുവ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പായസം ബോളിയും കഴിക്കാൻ പോയാലോ എന്ന്. അധികം ഞാൻ കരുതിയത് ഇതവൾക്ക് നൈറ്റ് റൈഡ് പോകാനുള്ള ഒരു അടവാണെന്നാ. പിന്നീട് മനസ്സിലായത് ഇതവൾ അത്രയും ആശ്രയിച്ചിട്ടാണ് കഴിക്കുന്നത്, ഇതവൾക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷവും എറണാകുളത്തേക്ക് പോകണമെന്ന് പറയുന്നതോടൊപ്പം അവൾ പറയുന്ന ഒരു കാര്യമാണ് ബോളിയും പായസം കഴിക്കണമെന്ന്. ആ ഒരു സമയത്ത് ഓക്കെ നമുക്ക് പോകാം എന്ന് പറയാന്നല്ലാതെ നമ്മുടെ ഏരിയയിലൊന്നും ഈ ഒരു ഐറ്റം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പോയി കഴിക്കാനോ പിന്നെ ഈ പാലട ഒക്കെ ഉണ്ടാക്കൽ കുറച്ച് എഫേർട്ടുള്ള കാര്യമായിട്ട് ഉണ്ടാക്കാനോ മെനക്കെടാറില്ല കേട്ടോ. ഇന്നലെ ദുവാന്റെ 4th ബർത്ത്ഡേ ആയിരുന്നു. സോ അവൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന ഈ ഒരു ഐറ്റം തന്നെ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി. എന്നെ സംബന്ധിച്ച് ബർത്ത്ഡേ ഒരു ഇവന്റ് പോലെ സെലിബ്രേറ്റ് ചെയ്യാനും താല്പര്യമില്ല. പകരം അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവൾ കുറെ ദിവസങ്ങളായിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു ഐറ്റം അവൾക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ ആരുടെ അവൾക്ക് മെമ്മറബിൾ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഓളെ ബർത്ത്ഡേസിൽ എനിക്ക് പറയാനും ഓക്ക് കേൾക്കാനും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്റെ ഡെലിവറി സ്റ്റോറി. അതുപോലെ തന്നെ ഓളെ ഹോസ്പിറ്റലിൽ നിന്ന് കയ്യിലേക്ക് കിട്ടിയിരുന്ന ആ ഒരു മൊമെന്റ് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നതും ഓക്ക് ഇഷ്ടമാണ്. ഈ ഒരു ബർത്ത്ഡേക്ക് ഓളെ വാപ്പച്ചിനെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓള് ബർത്ത്ഡേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വാപ്പച്ചി അതായിട്ട് വരും. അൽഹംദുലില്ലാ ഈ ഒരു ബർത്ത്ഡേക്കും ഓളെ ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റി.